ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട് മാർക്കറ്റിംഗ് ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാ പേരും നല്ല പ്രൊഡക്റ്റ് അഫോർഡബിൾ പ്രൈസ് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ കൂടുതലായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് കോമ്പറ്റീവ്നെസ്സിലൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിലാണ് കമ്പനി മെർജ് ചെയ്യുക, കൺസോൾഡേറ്റ് ചെയ്യുക, ബിസിനസ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഡെവലപ്മെന്റ് ടെക്നോളജി ഇൻ ഹൗസോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയോ, അത് ഡൊമസ്റ്റിക് ആകാം ഇന്റർനാഷണൽ ആകാം. അപ്പോൾ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യാതെ പുറത്തുനിന്ന് സാധനം മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുക, നമ്മളൊരു തേർഡ് പാർട്ടീനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫാർമസി ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ്. ആ സമയത്ത് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ നമുക്ക് അത്യാവശ്യമാണ്. ഈവൻ റിസർച്ചിന് പോലും നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി അവിടെയാണ് WHO ഗൈഡ് ലൈൻസ് പറയുന്നത്. സോ WHO എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു സ്പെഷ്യൽ ഏജൻസി ഓഫ് ദി യുണൈറ്റഡ് നേഷൻ ആണ് അല്ലേ. നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻട്രസ്റ്റിലൊക്കെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. 7th ഏപ്രിലാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ്. സോ ടെക്നോളജി ട്രാൻസ്ഫറിന് ഡ്രാഫ്റ്റ് ചെയ്തത് മിസ്റ്റർ ജോൺ സ്റ്റാർട്ടപ്പും ആൻഡ് മോണിക്കയാണ്, ഡോക്ടർ മോണിക്കയാണ്. സോ ഇവർ 27 മുതൽ 31 ജൂലൈ 2009 വരെ നടന്നിരുന്ന ആ ഒരു ഡിസ്കഷനിലേക്കാണ് ഡ്രാഫ്റ്റ് അവർ പ്രിപ്പയർ ചെയ്ത് ആൻഡ് കൺസൾട്ടേഷൻ ഓൺ ഗൈഡൻസ് ഓഫ് മെഡിക്കൽ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫറിലായിരുന്നു ആ ഡിസ്കഷൻ ഉണ്ടാവുകയും അങ്ങനെയാണ് WHO കോട്ട് ചെയ്യുന്നത് ഈ ഒരു ടെക്നോളജി ട്രാൻസ്ഫറിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഡസ്ട്രി ലെവലിൽ ചിന്തിക്കാതെ മെഡിസിൻ ലെവൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ലെവലിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിനൊക്കെ WHO എക്സ്പെർട്ട് കമ്മിറ്റി ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് വെക്കുകയും അത് 42nd റിപ്പോർട്ട്സിൽ കൂടുതലായിട്ട് കോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഒഫീഷ്യലി നമ്മൾ കോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി പറയാമെന്ന് കുറച്ച് ടെർമിനോളജിയാണ്, അത് നിങ്ങളിന്ന് വായിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കുറച്ചൊക്കെ നമുക്ക് അറിയുന്ന ടെർമിനോളജിയാണ്. സോ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, നമുക്കൊരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്റ്റേജുകൾ കടന്നു പോവേണ്ട ആവശ്യമുണ്ട്. ആ സ്റ്റേജുകളാണ് പറയുന്നത്. കാണാതെ തന്നെ പഠിക്കുക, വേറെ ഓപ്ഷൻ നമുക്കില്ല. ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ആരൊക്കെയാണ് പേഴ്സണൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്തൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ മെത്തേഡ്, ഏതൊക്കെ എക്യുപ്മെന്റ്, ഓരോ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഓരോ ക്രിട്ടിക്കൽ സ്റ്റേജിലും വരുമ്പോഴുള്ള ഡോക്യുമെന്റേഷൻ ക്രൈറ്റീരിയാസ് ആൻഡ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾസുകൾ, പിന്നെ ഏതൊക്കെ എക്സ്പെരിമെന്റ് ഡിസൈൻ ആണ്, ആൻഡ് ട്രയൽ ബാച്ച്, ക്വാളിഫിക്കേഷൻ ബാച്ചസ്, പ്രോസസ് വാലിഡേഷൻ, ചേഞ്ച് കൺട്രോൾ, എൻഡ് പ്രൊഡക്റ്റ് അസസ്മെന്റ്, സാമ്പിൾസിന്റെ റിട്ടൻഷൻ ആൻഡ് റെഫറൻസ് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെ, കൺക്ലൂഷൻ ആൻഡ് അപ്രൂവൽ എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എലിജിബിൾ ആവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ QRM ആണ്. സോ QRM എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. നമ്മളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മളെ പ്രൊഡക്റ്റിനെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് QRM. സോ നമ്മൾ ക്വാളിറ്റി ഓഫ് ദി മെഡിസിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ റിസ്ക് റിവ്യൂ ചെയ്യണം, ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൺട്രോളിങ് ചെയ്യണം, അസസിങ് ചെയ്യണം അല്ലേ. സോ QRM ടിപ്പിക്കലി ക്യാരി ഔട്ട് ചെയ്യുന്ന ഇന്റർ ഡിസിപ്ലിനറി ടീംസ് ആയിരിക്കും. ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്വാളിറ്റി യൂണിറ്റ്, ബിസിനസ് ഡെവലപ്മെന്റ്, എഞ്ചിനീയേഴ്സ്, റെഗുലേറ്ററി അഫയേഴ്സ്, പ്രൊഡക്റ്റ് ആൻഡ് ഓപ്പറേഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ലീഗൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്ലിനിക്കൽ റിസർച്ച്. അപ്പോൾ ഏത് പോയിന്റിൽ വേണമെങ്കിലും, ഏത് ഡിപ്പാർട്ട്മെന്റ് പോയിന്റിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, QRM നടക്കാം എന്നുള്ളതാണ്. QRM നടക്കുമ്പോൾ എന്താ ഉപയോഗം എന്നുള്ളത്, ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരിക്കും. ഇതെല്ലാം സയന്റിഫിക് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എല്ലാം ചെയ്യുന്നത് ഈ QRM ഒക്കെ നോക്കിയിട്ടാണ്. there is a risk, നമ്മൾ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാകുമോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യേണ്ടാവുക കേട്ടോ. സോ റെഗുലേഷൻസുകൾ ആൻഡ് നമ്മൾ പ്രോപ്പറായിട്ട് റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റുക, ക്വാളിറ്റി സിസ്റ്റത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കൂടുതൽ ഔട്ട്കം കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ്, 2 പ്രൈമറി പ്രിൻസിപ്പിളാണ് നമുക്ക് ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ് ഉള്ളത്. ഒന്ന് സയൻസ് ബേസ് ചെയ്ത് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക, ബേസിക്കലി പേഷ്യന്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട്. 2 എഫേർട്ട് ആൻഡ് ഡോക്യുമെന്റേഷൻ ലെവൽ ഷുഡ് ബി പ്രൊപ്പോസ് ദ ലെവൽ ഓഫ് റിസ്ക്. അതായത് നമുക്ക് എത്രയാണോ റിസ്ക് ഉള്ളത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെന്റേഷൻ ലെവലും എഫേർട്ട് നമ്മൾ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതി നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അതിന് ടെർമിനോളജി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളാം.
സോ നമുക്ക് എങ്ങനെയാണ് പ്രോസസ്സും പാക്കേജിങ് ക്ലീനിങ്ങിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന R&D ടു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ്. സോ ഇതൊരു മോസ്റ്റ് ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ ഡോക്യുമെൻറ്റേഷൻ ആണ്. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ബേസിക് ആയിട്ട് 4 പോയിന്റ്സ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഇത് കാണാതെ പഠിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. സോ ഇറ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ് അറ്റ് ദ ഔട്ട്സെറ്റ് വെദർ ദ ഇന്റൻഷൻ ഈസ് പെർഫോം സിംഗിൾ ബാച്ച് മാനുഫാക്ചറിങ്, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓർ ക്യാമ്പയിൻ ആൻഡ് whether the production unit can accommodate the Indian production capacity. അപ്പം നമ്മൾ ഈ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു സിംഗിൾ ബാച്ച് ആണോ മൾട്ടിപ്പിൾ ബാച്ച് ആണോ എന്താണോ നമ്മുടെ ആ ഒരു സെറ്റ് ഓഫ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, അത്രയും കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആൻഡ് കൺസിഡറിംഗ് ഷുഡ് ബി ഗിവ് ദ ലെവൽ ഓഫ് ഡെപ്ത് ഓഫ് ഡീറ്റെയിൽ ട്രാൻസ്ഫർ ടു സപ്പോർട്ട് പ്രൊഡക്ഷൻ ഇൻക്ലൂഡിംഗ് എനി ഫർദർ ഡെവലപ്മെന്റ് ഓർ പ്രോസസ് ഒപ്റ്റിമൈസേഷൻ ആസ് ഔട്ട്ലൈൻ ദ ട്രാൻസ്ഫർ പ്രൊജക്ട് പ്ലാൻ. സോ നമുക്ക് ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിലേക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമോ, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഔട്ട്കം എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഒപ്റ്റിമൈസേഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. And technical expertise, site technology, capability of product unit should be assessed. The R&D unit should be identify all process issue and operability of the production unit. അപ്പോൾ അത് മാത്രമല്ല ടെക്നിക്കൽ എക്സ്പെർട്ടീസുകൾ, സൈറ്റ് ടെക്നോളജി, അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രീനെ അപ്സ്കെയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഇപ്പം ഈ സൈറ്റ് ടെക്നോളജി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊരു എക്സ്പെർട്ട് അഡ്വൈസ് വെച്ച് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. ഇനി R&D പ്രൊഡക്ഷൻ യൂണിറ്റ് ജോയിൻ ഡെവലപ്പ് എ ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് ടെക്നോളജി ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉറപ്പായിട്ടും കീപ്പ് ചെയ്യണം. അതിൽ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് കോമ്പാക്റ്റബിലിറ്റി, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. അതുകൊണ്ട് കാണാതെ പഠിക്കുക, ജസ്റ്റ് അർത്ഥം മനസ്സിലാക്കി വെക്കുക, അല്ല കാണാതെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. granularity of technology transfer process. So APA, excipients, finished product, packaging materials. So granularity deal with detailed data on. So granularity എന്തോ കാര്യങ്ങളാണ്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, APA, excipients, പ്രോസസ്സ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, പാക്കേജിംഗ് മെറ്റീരിയൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്തായിരിക്കും, സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അപ്പോൾ APA ആൻഡ് എക്സിപ്പിയൻസ് ആണ്. സോ റിസീവിംഗ് യൂണിറ്റ് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ആ ഒരു റെഫറൻസ് ബാച്ചുമായിട്ട് മാച്ച് ചെയ്യണം. സോ ബയോ ബാച്ചസ് അല്ലെങ്കിൽ സെൻഡിങ് യൂണിറ്റ്സ് അതൊക്കെ ആയിട്ട് മാച്ച് ചെയ്യേണ്ട ആവശ്യമാണ്. സോ പ്രോപ്പർട്ടി ലൈക്ക് ഇൻഫ്ലുവൻസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്റ്റ് മസ്റ്റ് ബി ഐഡന്റിഫൈ ആൻഡ് ക്യാരക്ടറൈസ്ഡ്. സോ എന്താണ് നമ്മൾ പ്രോപ്പർട്ടീസ് ലൈക്ക് എന്താണ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ പ്രോസസ്സോ ഒക്കെ എന്ത് ചെയ്യണം, അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം, മാച്ചും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അത്രയേ ഉള്ളൂ. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് APA. സോ നമ്മുടെ SU എന്താണ് ഞാൻ പറഞ്ഞത്, സെൻഡിങ് യൂണിറ്റ് അല്ലേ, പ്രൊവൈഡ് എ ഡ്രഗ് മാസ്റ്റർ ഫയൽ റിലവൻറ്റ് ഇൻഫർമേഷൻ. സോ നമ്മൾ ഒരു സെൻഡിങ് യൂണിറ്റ് നമ്മൾ അയക്കുമ്പോൾ നമുക്കൊരു ഡ്രഗ് മാസ്റ്റർ ഫയൽ ആവശ്യമാണ്. അതിനകത്ത് മാനുഫാക്ചർ ആരാണ്, സിന്തറ്റിക് ഫ്ലോ ചാർട്ട് എങ്ങനെ, ഫിസിക്കൽ ഫോം എങ്ങനെ, സോലബിലിറ്റി പ്രൊഫൈൽ എങ്ങനെ, അതായത് ഒരു സാധനം നമ്മൾ APA അയക്കണം, ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് അയക്കുവാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആരാണ് മാനുഫാക്ചർ ചെയ്ത്, സോലബിലിറ്റി പ്രൊഫൈൽ എങ്ങനെയാണ്, പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ബൾക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി എങ്ങനെയാണ്, വാട്ടർ കണ്ടന്റ് എങ്ങനെയാണ്, സ്പെസിഫിക് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതും ഒരു ഡ്രഗുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ കൊടുക്കണം. എക്സിപ്പിയൻസ് ആണെങ്കിൽ എക്സിപ്പിയൻസ് എപ്പോഴും എന്താണ്, ഫൈനൽ പ്രൊഡക്റ്റിലാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻഡിങ് യൂണിറ്റ്സുകൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റിഫിക്കേഷൻ, മാനുഫാക്ചർ ഇൻഫർമേഷൻ, സ്പെസിഫിക്കേഷൻ, അനലിറ്റിക്കൽ മെത്തേഡ്, സ്പെഷ്യൽ സ്റ്റോറേജ് മെത്തേഡ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമാണ്. ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളൊരു കമ്പനിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുവാണ്, APA ഉണ്ടാക്കി കൊടുക്കുവാണ്, എക്സിപ്പിയൻസ് ഉണ്ടാക്കി കൊടുക്കുവാണ്. ഇപ്പോൾ ഇവിടെ എക്സിപ്പിയൻസിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും ഫൈനൽ പ്രൊഡക്റ്റിൽ മാത്രമേ നോക്കുകയുള്ളൂ, നമ്മൾ ആദ്യമേ നോക്കാറില്ല. ബേസിക്കലി ഫൈനൽ പ്രൊഡക്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. കാര്യം നമ്മൾ APA വന്നു, എക്സിപ്പിയൻസ് വന്നു, മിക്സ് ചെയ്യുന്നു, ഫൈനൽ പ്രൊഡക്റ്റിലാണ് എപ്പോഴും എക്സിപ്പിയൻസ് എന്തെങ്കിലും പണി ഉണ്ടാക്കാം. ഇനി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ SU ഷുഡ് ബി പ്രൊവൈഡ് ദ RE വിത്ത് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ദ ഡോസേജ് ആൻഡ് ടൈപ്പ്.
സോ RU എന്താണ്? റിസീവിങ് യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ സെൻഡിങ് യൂണിറ്റ് ഞാൻ ഇവിടെ നിന്ന് അയക്കുന്നു, റിസീവിങ് യൂണിറ്റ് അവിടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് വേണ്ടി വേറെ കമ്പനി ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എന്താണ് ഡോസേജ് ഫോം, സോലിബിലിറ്റി, ഇൻട്രിൻസിക് ഡിസൊല്യൂഷൻ റേറ്റ്, പാർട്ടിക്കിൾ സൈസ്, ബൾക്ക്, ഫിസിക്കൽ പ്രോപ്പർട്ടി, കോമ്പാക്ഷൻ പ്രോപ്പർട്ടി, pH, ഓസ്മോലാരിറ്റി, അതായത് ഒരു ഡ്രഗുമായി ബന്ധപ്പെട്ട ഫൈനൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഒരാൾ എക്സിപ്പിൻ ഉണ്ടാക്കി, ഒരാൾ API ഉണ്ടാക്കി, ഒരാൾ കമ്പൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ അത് വാങ്ങുവാണ് ചെയ്തത്. അപ്പം 4 കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ്. ഈ പാക്കേജിംഗ് ആണ്. അവിടെയും എന്തൊക്കെ വേണം? കണ്ടെയ്നർ ക്ലോഷർ, പാക്കേജിംഗ് ഡിസൈൻസ്, ക്വാളിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിർബന്ധമാവണം. ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പം ആൻഡ് ഓതറൈസ്ഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഡോക്യുമെന്റേഷൻ, ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ വേണം. അവിടെ ടൈറ്റിൽ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, നെയിം, കീ പേഴ്സൺ, പ്രൊജക്ട് ഫേസ്, ടൈം ലൈൻസ്, റെഫറൻസ്, റിസ്ക് ആൻഡ് ഗ്യാപ്പ് അസസ്മെന്റ്, അക്സെപ്റ്റൻസ്, പാരൽ കമ്പാരിസൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിമൈസസ് ആൻഡ് എക്യുപ്മെന്റ് ആണ്. സോ ഒരു പ്രിമൈസസ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ SU ഷുഡ് പ്രൊവൈഡ് ഡീറ്റെയിൽ ഓൺ ലേഔട്ട്, HVAC, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വാട്ടർ പവർ, കോംപ്രസ്ഡ് എയർസ്. അതായത് ഇപ്പം SU ആണെങ്കിൽ ഒരു സെൻഡിങ് യൂണിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലേഔട്ടുകൾ, നമ്മൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അങ്ങനെയുള്ള അതായത് QC റിപ്പോർട്ട്സുകൾ, അത് മാത്രമല്ല ഹൈലി സെൻസിറ്റൈസ്ഡ് ഏജന്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ബിൽഡിംഗ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ചിലപ്പോൾ ഹൈഗ്രോസ്കോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഞാൻ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണ്. എൻവയോൺമെന്റ് സേഫ്റ്റി ആവശ്യമാണ്. GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആവശ്യമാണ്. എപ്പോഴും ഞാൻ ചെയ്യണ സമയത്ത്, അതായത് ഇത്രയും ആലോചിച്ചാൽ മതി, ഒരു ഡ്രഗ് നമ്മൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. എക്യുപ്മെന്റ്സ് ആണെങ്കിലോ, എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ബേസിക്കലി മോഡല്, ക്വാണ്ടിഫിക്കേഷൻ, വാലിഡേഷൻ ഒക്കെ ആവശ്യമാണ്. IQ, QQ, PQ. അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, ദീസ് ആർ വാലിഡേറ്റഡ് എന്നൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ റിലവൻറ്റ് ഡോക്യുമെന്റ്സ് വെക്കണം. ഡ്രോയിങ്, മാനുവൽ, മെയിൻ്റനൻസ്, കാലിബ്രേഷൻ റെക്കോർഡ്, SOP മീൻസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. എങ്ങനെയാണ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണെന്നൊക്കെയാണ്. ഇനി RU ആണെങ്കിൽ, SUന് സെപ്പറേറ്റ് RU ആണ്. കമ്പയർ SU എക്യുപ്മെന്റ് വിത്ത് ദെയർ ഓൺ. സോ അവിടെ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യണം. അഡാപ്റ്റ് എക്യുപ്മെന്റ് ടു മീറ്റ് GMP ആൻഡ് ദ പ്രൊഡക്ഷൻ റിക്വയർമെന്റ്. സോ നമ്മുടെ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് എന്തൊക്കെയാണ്, അവിടെ GMP മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത് ആവശ്യമാണ്. സോ ഫാക്ടേഴ്സ് ടു കമ്പയർ: മിനിമം മാക്സിമം കപ്പാസിറ്റി, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ക്രിട്ടിക്കൽ ഓപ്പറേഷൻ പാരാമീറ്റേഴ്സ്, സെൻസേഴ്സ് ടൈപ്പ്, ഇന്ത്യൻ റേഞ്ച് ഓഫ് യൂസ്, അത് ഫിൽറ്റേഴ്സ്, സ്ക്രീൻസ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യണം. സോ എനിക്കറിയാം കുറച്ചൊരു മനസ്സിലാക്കിയെടുക്കാൻ ടഫുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളതാണ് കേട്ടോ. ഇനി ക്വാളിഫിക്കേഷൻ, വാലിഡേഷൻ. സോ എക്സ്പേർട്ട് ക്വാളിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ നിർബന്ധമായി നമുക്ക് റിസ്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഭാഗത്തൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അത് ഈവൻ എക്യുപ്മെന്റ് ആയിക്കോട്ടെ, പ്രോസസ്സ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് അനാലിസിസ് ആയിക്കോട്ടെ, ഈവൻ ക്ലീനിങ് പ്രൊസീജിയർ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ എക്യുപ്മെന്റും ഇൻസ്ട്രുമെന്റ്സും നിർബന്ധമായിട്ടും കാലിബ്രേറ്റ് ചെയ്യണം, ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി പ്രോസസ്സ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് WHO ടെക്നിക്കൽ റിപ്പോർട്ട് ഗൈഡ് ലൈൻസ് എന്തായാലും ഫോളോ ചെയ്യണം. അത് മാത്രമല്ല പ്രൊഡക്ഷനും അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ട്രാൻസ്ഫർ ടു റിസീവ് യൂണിറ്റ്സ് പെർ ഫോളോയിങ് ഡോക്യുമെന്റ് പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമാണ്. എല്ലാത്തിലും ഡോക്യുമെന്റേഷൻ നിർബന്ധമാണ് എന്നുള്ളതാണ്. എക്യുപ്മെന്റ് ആണെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം, കാലിബ്രേറ്റ് ചെയ്യാം. പ്രോസസ് വാലിഡേഷൻ ആണെങ്കിൽ WHO ടെക്നിക്കൽ റിപ്പോർട്ടുകൾ ഫോളോ ചെയ്യുക. ആൻഡ് റിസ്ക് മാനേജ്മെന്റ് നിർബന്ധമായും ചെയ്യണം. ആൻഡ് ഹെൽത്ത് ബേസ്ഡ് എക്സ്പോഷർ ലിമിറ്റ് നമ്മൾ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യണം. ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ WHO ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ആൻഡ് ഓൾ ക്വാളിഫിക്കേഷൻ വാലിഡേഷൻ പ്രോസസ് പ്രോട്ടോകോൾ ഡേറ്റ റിസൾട്ട് ഷുഡ് ബി പ്രോപ്പർലി ഡോക്യുമെന്റ്. എല്ലാം ഡോക്യുമെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്വാളിറ്റി കൺട്രോൾ അനലിറ്റിക്കൽ മെത്തേഡ് ട്രാൻസ്ഫർ ആണ്. സോ ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ്? സോ അനലിറ്റിക്കൽ പ്രൊസീജിയർ ഫോർ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ടിംഗ് മെത്തൽ, പാക്കേജിംഗ് കമ്പോണന്റ് ആൻഡ് ക്ലീനിങ് സാമ്പിൾ ഷുഡ് ബി ഇംപ്ലിമെന്റ് ഇൻ ടെസ്റ്റിംഗ് ലബോറട്ടറി ബിഫോർ സാമ്പിളിംഗ് ടെസ്റ്റ് ഫോർ ദ പ്രോസസ് വാലിഡേഷൻ ബൈ RE. സോ റിസീവിംഗ് യൂണിറ്റ്, അപ്പോൾ റിസീവിംഗ് യൂണിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ എന്ന ഭാഗത്ത് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു സാധനം വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സാധനം നമ്മളെ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നോക്കും,
ബേസിക്കലി ഫാർമസ്യൂട്ടിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റുകൾ എന്തെങ്കിലും കൺഫേം ചെയ്യുന്നുണ്ടോ, കമ്പാരിറ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ അതാണ് നമുക്ക് സെൻഡിങ് യൂണിറ്റും റിസീവിങ് യൂണിറ്റിൻ്റെ റിസൾട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട്. കോ വാലിഡേഷൻ നടത്താം, ലാബുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോ വാലിഡേറ്റ് ചെയ്യാം. ഇനി പേപ്പർ ബേസ്ഡ് നോളജ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു സാധനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിന് കൺഫേം ചെയ്യേണ്ട ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ വി ഷുഡ് എന്തെങ്കിലും കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഷുഡ് ബി ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, റെസ്പോൺസിബിലിറ്റി, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മെത്തേഡ്, എക്സ്പെരിമെന്റൽ ഡിസൈൻ ആൻഡ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, ഡോക്യുമെന്റേഷൻ പ്രാക്ടീസ്, പ്രൊസീജിയർ ഫോർ ഹാൻഡ്ലിംഗ് ഡീവിയേഷൻ ആൻഡ് ടെസ്റ്റ് സാമ്പിൾ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് നമുക്ക് ട്രാൻസ്ഫർ പ്രോട്ടോകോൾസിൽ നിർബന്ധമായി ഉണ്ടാവേണ്ടത്. സെൻഡിങ് യൂണിറ്റ് ആണെങ്കിലോ അവിടെ നമുക്ക് മെത്തേഡ്സ്, സ്പെസിഫിക് ട്രെയിനിങ് ടു അനലിസ്റ്റ് ആൻഡ് ക്യൂ സി സ്റ്റാഫ്, അവിടെ അസിസ്റ്റ് വിത്ത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്യൂ സി റിസൾട്ട്, പ്രൊസീജിയേഴ്സ് ടു ബി ട്രാൻസ്ഫർ, എന്ത് പ്രൊസീജിയർ ആണ് നിങ്ങൾ ചെയ്യാമെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, അതുപോലെ അങ്ങ് പഠിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. ആൻഡ് എക്യുപ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, സപ്ലൈ, അപ്രൂവ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, റിവ്യൂ ആൻഡ് അപ്രൂവ് ട്രാൻസ്ഫർ റിപ്പോർട്ട്. ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു സാധനം ചെയ്യാൻ പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാണെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തോ കാര്യങ്ങൾ നോക്കണം. ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആയിരിക്കുക. ഇപ്പോൾ നമുക്ക് ഫാർമക്കോപ്പി അല്ലെങ്കിൽ യൂറോപ്യൻ ഫാർമക്കോപ്പി ഒക്കെ റെഫർ ചെയ്യുക, ബ്രിട്ടീഷ് ഫാർമക്കോപ്പി ആണെങ്കിൽ അങ്ങനെ, USP ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ റിസീവിംഗ് യൂണിറ്റ് റെസ്പോൺസിബിലിറ്റി എങ്ങനെ റിവ്യൂ ചെയ്യുക, അനാലിസിസ് ചെയ്യുക, അവിടെ പേഴ്സണൽസ് എല്ലാം ട്രെയിൻഡ് ആണോ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ കടയിലേക്ക് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കും, അതൊരു നല്ല കമ്പനിയാണോ, നല്ല ബ്രാൻഡാണോ, അവിടെ മാനുഫാക്ചർ നല്ലതാണോ, അവിടെയുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അവർ പ്രോപ്പർ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയില്ലേ, അതൊക്കെ തന്നെയാണ്. ഇനി ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്ന അതോറിറ്റീസ് ആരൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CDSU ആണ് ഇന്ത്യയുടെ പ്രൈമറി റെഗുലേറ്ററി ബോഡി. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് അണ്ടറിൽ ഇമ്പോർട്ട്, സെയിൽ, മാനുഫാക്ചറിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് CDSU ആണ്. ക്ലിനിക്കൽ ട്രയൽസ് ഓവർസീസ് ചെയ്യുന്നതും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ അവരാണ്. നെക്സ്റ്റ് ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, NIHFW ആണ്. ഇവരാണ് എന്ത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അപ്പെക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് ഹെൽത്ത് പ്രോഗ്രാം ലൈക്ക് എഡ്യൂക്കേഷൻ, ഇവാലുവേഷൻ, കൺസൾട്ടൻസി ഒക്കെ ആയിട്ട് അവരുടെ പ്രോഗ്രാംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി, DTAB നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന് അണ്ടറിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, DTAB എന്ന് വെച്ചാൽ. ഇനി CDTL ആണ്, സെൻട്രൽ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി ആണ്, കൊൽക്കത്തയിലാണ്. നാഷണൽ സ്റ്റേറ്റ് ലാബ് ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് കൺട്രോൾ ആണ്. ആൻഡ് യൂണിയൻ സ്റ്റേറ്റ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, USFD ഉണ്ട്. ഇവിടെ ഫുഡും ഡ്രഗിന്റെയും സേഫ്റ്റി ലേബലിംഗ് ആണ്. അവർ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ പ്രൊഡക്ട്സിനെയൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട്, റിവ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ സെൽഫ് റിസർച്ചും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അവർക്ക് മോസ്റ്റ് സ്റ്റാൻഡേർഡ് മെത്തേഡ്സിൽ എങ്ങനെ നിൽക്കാൻ പറ്റും, എങ്ങനെ ഗ്ലോബലി ഒക്കെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ പബ്ലിക് ഹെൽത്തിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള മേജർ മോട്ടോറാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു കുറുക്ക് വഴിയാണ്. അതായത് നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും ഇതിനകത്ത് ടെക്നോളജി ട്രാൻസ്ഫറിൽ ഏത് ഭാഗം ചോദിച്ചാലും അപ്രൂവ്ഡ് റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കൂടെ എഴുതി വെക്കാൻ പറ്റും. അതുകൊണ്ട് ആരും മാർക്കൊന്നും കുറയ്ക്കത്തില്ല. ഇനി കൊമേഴ്സ്യലൈസേഷൻ, മാർക്കറ്റിങ്ങിലാണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ മാർക്കറ്റിൽ റെഡി ആക്കുവാണ്. സോ നമ്മൾ മാർക്കറ്റിൽ റെഡി ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രൊസീജിയറാണ് കൊമേഴ്സ്യലൈസേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇന്നോവേഷൻ ഇൻ ടു മാർക്കറ്റ് റെഡി ഫിനാൻഷ്യൽ വയബിൾ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇപ്പോൾ പ്രൊഡക്റ്റായിട്ടോ സർവീസായിട്ടോ മാർക്കറ്റിലേക്ക് നമ്മൾ റെഡി ആക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് കൊമേഴ്സ്യലൈസേഷൻ. അവിടെ നമ്മൾ സേഫ്റ്റി, എഫിക്കസി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായി നോക്കണം. ബിക്കോസ് ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. സോ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് ഇതിൻ്റെ എൻ കസ്റ്റമേഴ്സ് വരുന്നത്. ഈവൻ കസ്റ്റമേഴ്സ് വരെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് കേട്ടോ. സോ ടെക്നോളജി ട്രാൻസ്ഫർ ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, അതിനെങ്ങനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആവശ്യമാണ്. ഇത് ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസി ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഏഷ്യൻ ആൻഡ് പസഫിക് സെന്റർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, APTCT ആണ്. സോ നമ്മുടെ UN റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ESCAP, നൗ ഇൻ ന്യൂഡൽഹി. ഇത് നിങ്ങൾക്ക് എഴുതാം. ടെക്നോളജി ട്രാൻസ്ഫർ ഏജൻസീസ് ഇന്ത്യയിൽ ആരൊക്കെയാണ്, അത് ഏത് പോയിന്റിൽ വേണം നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്. ആൻഡ് NRDC, നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ്, 1953 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. ഇവരാണ് ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്ടേഴ്സിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ടെക്നോളജി ഇൻഫർമേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് അസസ്മെന്റ് കൗൺസിൽ, TIFAC, ടിഫാക്ക് എന്നൊക്കെ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. 1988 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അണ്ടറിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ടെക്നോളജി വിഷൻ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അണ്ടറിലൊക്കെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ടെക്നോളജി റോഡ് മാപ്പ് ഫോർ നാഷണൽ പ്രയോറിറ്റൈസിൽ ഡെവലപ്പിംഗ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ ഒരു എൻഫേസ് ആയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബയോടെക് കൺസോർട്ടിയം ഇന്ത്യൻ ലിമിറ്റഡ്, BCIL ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. സോ ബയോടെക്നോളജി പ്രൊജക്റ്റിലൊക്കെ കൂടുതൽ കൺസൾട്ടേഷൻ,
ബയോസേഫ്റ്റി, കൊമേഴ്സ്യലൈസേഷനാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ടെക്നോളജി ബ്യൂറോ ഓഫ് സ്മോൾ എന്റർപ്രൈസസ് SIDBI ആൻഡ് TBSC ആണ്. ഇവിടെ APCT പ്ലാറ്റ്ഫോമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സപ്പോർട്ടിങ് ചെയ്ത് ടെക്നോളജി അക്വിസിഷൻ ആൻഡ് ബിസിനസ് കൊളാബറേഷൻ ആണ് കൂടുതലും ചെയ്യുന്നത്. ഓഫേഴ്സ് ഗ്ലോബൽ സോഴ്സിംഗ് ഓഫ് ടെക്നോളജി ഫ്രം കൺട്രി ലൈക്ക് ചൈന, കൊറിയ, ജർമ്മൻ എക്സെട്ര കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് ലീഗൽ ഡോക്യുമെന്റേഷൻ, ടെക് ട്രാൻസ്ഫർ. എന്തൊക്കെയാണ് ലീഗൽ ഡോക്യുമെന്റ്? ഒന്ന് കോൺഫിഡൻഷ്യലിറ്റി എഗ്രിമെന്റ്. ഒരിക്കലും നോൺ ഡിസ്ക്ലോസർ എഗ്രിമെന്റ് നമ്മൾ വെക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. നമുക്ക് അത് പബ്ലിക്കിന് അവെയർ ആക്കാൻ എപ്പോഴും പാടില്ല. പ്രൊട്ടക്ഷൻ കൊടുക്കണം, കോൺഫിഡൻഷ്യലിറ്റി ഉണ്ടാവണം. ആൻഡ് ആർക്കും എക്സ്പ്ലോയിറ്റേഷൻ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല ഇൻ ദ സെൻസ് വെച്ചാൽ എക്സ്പ്ലോയിറ്റേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ലൈസൻസിങ് എന്ന് പറയുമ്പോൾ ഈ ലീഗൽ എഗ്രിമെന്റ് വെയർ ലൈസൻസർ അലോ ലൈസൻസിങ്. നമുക്ക് ഓൾറെഡി ലൈസൻസിങ് അതുകൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ പേറ്റന്റ് ആണെങ്കിൽ അങ്ങനെ, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് എന്താണോ ഓഫർ ചെയ്യുന്നത് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമാണ്. MOU എടുക്കണം, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് ഫോർമൽ എഗ്രിമെന്റ്, കാര്യം നമ്മളുടെ കൊളാബറേറ്റർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും MOU എടുക്കേണ്ട ആവശ്യമാണ്. നോൺ ലീഗലി ബൈൻഡിങ് സച്ച് സിഗ്നിഫിക്കൻറ്റ് കമ്മിറ്റ്മെന്റ് ടു പ്രൊസീഡ്. അതായത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ റിസീവിംഗ് യൂണിറ്റും ഉണ്ട്, സെൻഡിങ് യൂണിറ്റും ഉണ്ട്. അപ്പം നമ്മൾ തമ്മിൽ MOUന്റെ ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമാണ്. ആൻഡ് കോമൺ ലീഗൽ ഇഷ്യൂസ്, കോൺട്രാക്ട് ഡിസ്പ്യൂട്ട്, ടാക്സ് ഇംപ്ലിമെന്റേഷൻ, സോ IPR legislation and IPR transaction issue, IPR related litigation, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമലി ഉണ്ടാവുന്ന കോമൺ ലീഗൽ ഇഷ്യൂസ്. ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ് ഓഫ് വ്യൂസ് ആണ്. നിങ്ങൾക്ക് എഴുതിയ എക്സ്ട്രാ മാർക്ക് കിട്ടുന്നുള്ളതുള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ഒരു ഐഡിയ മനസ്സിലാക്കിയ നോട്ടും കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിരിക്കും. റെഫറൻസ് നോട്ട് കൂടെ ഒന്ന് വായിച്ചു പോവുക. ഇതിനകത്ത് എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.